ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 150 റൺസിൻ്റെ കൂറ്റൻ വിജയം. ഇന്ത്യ ഉയർത്തിയ 248 എന്ന ടാർഗറ്റ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 97 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ പവർ പ്ലേയിൽ മാത്രം നേടിയത് 95 റൺസാണ്. മിന്നി തുടങ്ങിയ സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയപ്പോൾ അഭിഷേക് ശർമ്മ കത്തിക്കയറുകയായിരുന്നു. 37 പന്തിൽ സെഞ്ചുറി നേടിയ താരം 54 പന്തിൽ 13 സിക്സും 7 ഫോറും അടക്കം 135 റൺസ് നേടി. സഞ്ജു സാംസൺ 7 പന്തിൽ 16ഉം തിലക് വർമ്മ 15 പന്തിൽ 24ഉം ദുബെ 13 പന്തിൽ 30ഉം റൺസ് നേടി പിന്തുണ നൽകി. 16 ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ 202-ന് 6 വിക്കറ്റ് നഷ്ടമായതോടെ അവസാന ഓവറുകളിൽ റൺസ് ഉയർത്താനായി കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ സ്കോർ 250 കടന്നേനെ. മറുപടി ബാറ്റിങ്ങിൽ 2 ഇംഗ്ലീഷ് ബാറ്റേഴ്സ് മാത്രമാണ് 2 അക്കം കടന്നത്. പരമ്പരയിൽ ഇതുവരെ താളം കണ്ടെത്താനാകാതിരുന്ന ഓപ്പണർ ഫിൽ സാൾട്ട് 23 പന്തിൽ 55 റൺസോടെ തകർത്തടിച്ചെങ്കിലും പിന്തുണ നൽകാൻ ആരുമുണ്ടായില്ല. 10 റൺസ് എടുത്ത ബദേൽ മാത്രമാണ് പിന്നീട് 2 അക്കം കടന്നത്. ഇന്ത്യയ്ക്കായി ഷമി 3ഉം അഭിഷേക് ശർമ്മ, വരുൺ ചക്രവർത്തി, ദുബെ എന്നിവർ 2 വീതവും വിക്കറ്റ് വീഴ്ത്തി. 10.3 ഓവറിലാണ് ഇംഗ്ലണ്ട് 97 റൺസിന് പുറത്തായത്. കഴിഞ്ഞ കളിയുടെ തോൽവിയിൽ കൺകഷൻ വിവാദം ഉയർത്തിയ ഇംഗ്ലണ്ടിന് മറുപടിയില്ലാത്തൊരു തോൽവിയായി മാറിയത്. മലയാളി താരം സഞ്ജു 2 സിക്സും 1 ഫോറും അടിച്ച് നന്നായി തുടങ്ങിയെങ്കിലും ഷോർട്ട് ബോളിൽ 5ാം തവണയും വിക്കറ്റ് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. സഞ്ജു ഉയർന്ന റൺ നേടുന്നില്ലെങ്കിലും ടീം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നതും തുടർ പരമ്പര വിജയങ്ങളും സഞ്ജുവിന് സഹായകമാകുന്നുണ്ട്. മത്സരത്തിലെ താരമായത് അഭിഷേക് ശർമ്മയാണ്. ബാറ്റിങ്ങിൽ 54 പന്തിൽ 135 റൺസും ബോളിങ്ങിൽ 3 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റും താരം വീഴ്ത്തി. 6 ഹിറ്റിംഗ് ആണ് അഭിഷേക് ശർമ്മയുടെ പ്രധാന ആയുധം. അഭിഷേകും സഞ്ജുവും തിലക് വർമ്മയും കൂടി പവർ പ്ലേയിൽ മാത്രം നേടിയത് 95 റൺസാണ്. T20യിൽ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാണെന്ന് കരുതാം. ഇനി മുന്നിലുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യയുടെ തന്ത്രങ്ങൾ വർക്കാവുമ്പോഴും ബാറ്റിങ്ങിൽ കണക്ട് ആകാത്തത് തിരിച്ചടിയാണ്. ഒരുപക്ഷെ ഇനി IPL-ലാകും ഈ ടീമിലെ താരങ്ങളെ കാണാൻ സാധിക്കുക.